കോഴിക്കോട് നെടുമണ്ണൂർ LP സ്കൂളിൽ രാത്രി ഗണപതി ഹോമം നടത്തിയ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടി. അതേസമയം സംഭവത്തെക്കുറിച്ച് താൻ അറിഞ്ഞില്ലെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക വ്യക്തമാക്കി. കുറ്റ്യാടിക്കടുത്തുള്ള നെടുമണ്ണൂർ LP സ്കൂളിൽ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് BJPയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടത്തിയത്. ഈ സംഭവത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടിയത്. തുടർന്നാണ് AEOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത്. 2 വ്യത്യസ്ത സ്ഥലങ്ങളിലായി വ്യത്യസ്ത പൂജകളായിരുന്നു നടത്തിയത്. ഒരു പൂജ പ്രധാനാധ്യാപികയുടെ ഓഫീസ് മുറിയിൽ തന്നെയാണെന്നാണ് വിവരം. അതേസമയം സംഭവത്തെക്കുറിച്ച് താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് സ്കൂൾ പ്രധാനാധ്യാപിക സജിത നൽകുന്ന വിശദീകരണം. ഇന്നലെ രാത്രി സ്കൂളിനകത്ത് വെളിച്ചവും പുറത്ത് പതിവില്ലാത്ത രീതിയിൽ വാഹനങ്ങളും കണ്ടതോടെ CPIM പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തുകയായിരുന്നു. നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ തൊട്ടിൽപ്പാലം പോലീസെത്തി പൂജ നടത്തിയവരെ കസ്റ്റഡിയിലെടുത്തു. സ്കൂൾ മാനേജരുടെ മകന്റെ നേതൃത്വത്തിലായിരുന്നു പൂജ നടത്തിയത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പൂജ നടത്തിയ മുഴുവൻ ആളുകളെയും പോലീസിന്റെ വണ്ടി കൊണ്ടുപോകും. ഇവരെ പുറത്ത് പോലീസ് എസ്കോർട്ട് ഇല്ലാണ്ട് ഇറക്കിയാൽ പിന്നീട് സംഭവിക്കുന്നത് നമ്മളാരുള്ളത് പോലീസിനറിയാം. അതുകൊണ്ട് നമ്മളെല്ലാം പുറത്തിറങ്ങുക, പോലീസ് കൊണ്ടുവന്ന് ആലോചിക്കാം. സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയായിരുന്നു പൂജ എന്നാണ് സ്കൂൾ മാനേജരും മകനും പോലീസിന് നൽകിയ വിശദീകരണം. സംഭവത്തെ തുടർന്ന് സ്കൂളിലേക്ക് ഇന്ന് DYFIയും SFIയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.